റെയിൽവേയുടെ കടുത്ത അനാസ്ഥയിൽ ചികിത്സ ലഭിക്കാതെ യാത്രക്കാരൻ മരിച്ചെന്ന ആരോപണം. കേരള എക്സ്പ്രസ് ട്രെയിനിലെ യാത്രക്കാരനായ തമിഴ്നാട് സ്വദേശി സന്ദീപിന് വൈദ്യസഹായം അഭ്യർത്ഥിച്ചെങ്കിലും ലഭിച്ചില്ലെന്നാണ് സഹയാത്രികരുടെ പരാതി. ട്രെയിനിൽ വെച്ചാണ് സന്ദീപ് മരിച്ചത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വച്ചിരുന്നു. ബൽറാം, എവിടെ വെച്ചാണ് സംഭവം? എന്താണ് ഉണ്ടായത്? ഹഷ്മി, ക്രിസ്റ്റീന, അതിഗുരുതരമായ വീഴ്ച റെയിൽവേയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിരിക്കുന്നു എന്നാണ് യാത്രക്കാർ ഉൾപ്പെടെ ആരോപിക്കുന്നത്. കഴിഞ്ഞ ഈ ചൊവ്വാഴ്ച ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെട്ട കേരള എക്സ്പ്രസ് ട്രെയിനിലാണ് ഈ സംഭവം ഉണ്ടായത്. ട്രെയിൻ ഇന്നലെ ആന്ധ്ര തെലങ്കാനയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യാത്രക്കാരിൽ ഒരാളായ സന്ദീപ്, ഇയാൾ കാട്പാടി സ്വദേശിയാണ്, തമിഴ്നാട്, ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത്. തുടർന്ന് ഈ സഹയാത്രികർ സഹായത്തിനായി റെയിൽവേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് ലഭിച്ചില്ല. തുടർന്നാണ് ചെയിൻ വലിക്കുന്നത്. ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിയെങ്കിലും അതിൽ സാങ്കേതിക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ എത്തി എന്താണെന്ന് അന്വേഷിച്ച് തുടർന്ന് ട്രെയിൻ പിന്നീടും യാത്ര തുടരുകയായിരുന്നു. ഇയാൾക്ക് ആ ഘട്ടത്തിൽ വൈദ്യസഹായം റെയിൽവേ ലഭ്യമാക്കിയില്ല. തുടർന്ന് TTA വളരെ നേരം കഴിഞ്ഞ ശേഷമാണ് ട്രെയിനിലെ TTA കണ്ടെത്താൻ കഴിഞ്ഞതും ഇയാളെ വിവരം അറിയിക്കുന്നതും. ആ ഘട്ടത്തിലും സഹായം എത്തിക്കുന്ന നടപടികൾ, ഉടൻ സഹായം എത്തിക്കാനുള്ള നടപടികൾ TTRന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സഹയാത്രികരിൽ ചിലർ, മലയാളികൾ അടക്കമുള്ള സഹയാത്രികർ, ഇയാൾക്ക് പ്രാഥമികമായ ചികിത്സ മറ്റ് ഫോണിലൂടെ മറ്റ് ഡോക്ടർമാരെയും മറ്റും ബന്ധപ്പെട്ട് ലഭ്യമാക്കിയിരുന്നു. ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ, മനുഷ്യത്വപരമായ ഇടപെടൽ സഹയാത്രികരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഗൗരവത്തോടെ ഈ വിഷയം കാണുകയോ അത്യന്തം ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഇടപെടൽ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ റെയിൽവേ വിജയവാഡ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇയാൾക്ക് വൈദ്യസഹായം ഉറപ്പാക്കുമെന്ന് അറിയിച്ചിരുന്നു. വിജയവാഡ സ്റ്റേഷനിൽ എന്നാൽ ട്രെയിൻ എത്തുന്നത് വരെയും, എത്തിയ ഘട്ടത്തിൽ പോലും ഇയാൾക്ക് ആള് മരിച്ചുപോയിട്ട് ചികിത്സ ഉറപ്പാക്കിയിട്ട് കാര്യമില്ലോ. ആള് മരിച്ചുപോയിട്ട് ചികിത്സ ഉറപ്പാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ TTR അവിടെ വന്നു. എനിക്കൊന്ന് ദൃശ്യങ്ങൾ കാണുന്ന വെള്ളമായിട്ട് ആള് TTR ആണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഈ ചങ്ങല വലിച്ചു നിർത്തി കണ്ടു, ആൾക്കാർ വന്ന് കണ്ടു, വയ്യെന്ന് ബോധ്യമായി, എന്നിട്ടും ഒരു ചികിത്സയും കൊടുക്കാതെ തീവണ്ടി മുന്നോട്ട് പോയി എന്നൊക്കെ പറയുന്നത് എന്തൊരു അവസ്ഥയാണ് ബൽറാം. തീർച്ചയായും ഹാഷ്മി, ഇത് തന്നെയാണ് അതിന്റെ ഗൗരവം വ്യക്തമാക്കുന്നത്. ട്രെയിനുകളിൽ ഡോക്ടർ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സാധാരണ രീതിയിൽ അത്തരത്തിൽ ഉറപ്പാക്കാറില്ല റെയിൽവേ. എങ്കിൽ പോലും സഹായത്തിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഉണ്ടാകാറുണ്ട്. തൊട്ടടുത്ത സ്റ്റേഷനിൽ വൈദ്യസഹായം ഉറപ്പാക്കുമെന്നാണ് റെയിൽവേ നൽകുന്ന ഉറപ്പ്. എന്നാൽ അതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ട്രെയിൻ വിജയവാഡ സ്റ്റേഷനിൽ എത്തുന്നത് വരെയും ഇയാൾക്ക് പൾസ് ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷവും നേരത്തെ 1 മണിക്കൂറോളം മുമ്പ് വിളിച്ചറിയിച്ചിട്ടുണ്ടാകേണ്ടതാണ്. എന്നിട്ട് പോലും 5 മിനിറ്റിലേറെ സമയമെടുത്താണ് ഡോക്ടറും മറ്റുള്ളവരും അവിടെ എത്തിയത്. തുടർന്ന് അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഇയാളുടെ മൃതദേഹം നമ്മളോടൊപ്പം ആ യാത്രയിലുണ്ടായിരുന്ന ജിബിൻ കൊട്ടാരക്കരയിൽ നിന്നുള്ള ആളാണ്, കൂടെ ചേരുകയാണ്. ജിബിൻ, ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം എന്തായിരുന്നു അവിടെ ശരിക്കും നടന്നത്? ഇറ്റാർസിൽ നിന്നാണ് ഞാൻ ഈ ട്രെയിനിൽ കയറിയത്. ഈ മരിച്ച പുള്ളി ന്യൂഡൽഹിയിൽ നിന്ന് കയറിയതാണ്. അപ്പം ഇദ്ദേഹം ആണെങ്കിൽ ഈ നമ്മുടെ ഈ സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ, വിജയവാഡ എത്തുന്നതിന് മുന്നേ, കുറച്ചു നേരം മുന്നേ പുള്ളിക്ക് കുറച്ച് അസ്വസ്ഥതകൾ കാര്യങ്ങൾ വന്നു. അപ്പം ട്രെയിനിൽ ആരോ ചെയിൻ പുള്ളി ചെയ്തു. ചെയിൻ പുള്ളി ചെയ്ത് എന്താണ് സംഭവം നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത്. ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ തന്നെ ആയിരുന്നു. അപ്പം ചെല്ലുമ്പോൾ പുള്ളി ഇങ്ങനെ വല്ലാണ്ട് ഭയങ്കരമായിട്ട് സിക്കായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ആദ്യമേ തന്നെ നമ്മൾ 139 കോൾ ചെയ്തിട്ട് റെസ്പോൺസ് അവർ പറയുന്ന ആദ്യമേ കിട്ടുന്നില്ല. പിന്നീട് നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്ന ഓക്കെ, ഉടനടി അസിസ്റ്റൻസ് തരാം എന്ന് പറയുന്നു. ഒരു 10-20 മിനിറ്റിന് ശേഷമാണ് തിരിച്ചവിടുന്ന്, ഒരു 10-15 മിനിറ്റിന് ശേഷമാണ് തിരിച്ചവിടുന്ന് ഒരു കോൾ വരുന്നത്. അപ്പം ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത്. ഹലോ, അപ്പൊ അതിനുശേഷം അവിടുന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞ ഉടനടി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അസിസ്റ്റൻസ് ചെയ്ത് തരാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇയാൾ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര കൂടുതൽ പേഷ്യന്റ് കൂടുതൽ സിക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും അതുപോലെ ഒരു മിലിറ്ററി ഓഫീസർ ഉണ്ടായിരുന്നു, വേറൊരു 2 മലയാളി പിള്ളേരുണ്ടായിരുന്നു, കുറച്ച് മലയാളികളുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് പുള്ളിയുടെ കൈ വാമാക്കാനും നമുക്ക് അറിയുന്ന ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. നമ്മൾ എന്നിട്ട് ഡോക്ടറിന്റെ അസിസ്റ്റൻസ് പ്രകാരം നമ്മൾ പുള്ളിനെ ചരിച്ച് കിടത്തേം ഡോക്ടർ പറയുന്ന പോലെ പൾസ് 10 മിനിറ്റ് കൂടുതൽ കൂടിയിരിക്കുമ്പോൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. കമ്പാർട്ട്മെന്റിലെല്ലാം പോയി നടന്ന് നമ്മൾ ചെക്ക് ചെയ്തു, ഏതെങ്കിലും ഡോക്ടറോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ആരും കിട്ടിയില്ല. അവസാനം ഒരു തെലുങ്കൻ ഒരു പയ്യനെ കിട്ടി. അപ്പൊ അവൻ വന്ന് പൾസ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വാം ചെയ്ത് ഒരു 45 മിനിറ്റ് അടുപ്പിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് മാക്സിമം നമ്മൾ നോക്കി അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ TTR വിജയവാഡ എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 45-50 മിനിറ്റ് മേളിലെടുത്തു. അതുവരേക്കും TTR വന്നതോ അറ്റ്ലീസ്റ്റ് എന്താണ് സിറ്റുവേഷൻ ചോദിക്കാൻ പോലും നിന്നിട്ടില്ല. റെയിൽവേയിൽ ഒരു ട്രെയിനിനകത്ത് ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ
അയാള് ജസ്റ്റ് ഒന്ന് വന്ന് ഒന്ന് നോക്കി അയാള് ഒരു 30-35 മിനിറ്റ് കഴിയുമ്പോഴത്തേന് സ്റ്റേഷൻ എത്തുന്നതുകൊണ്ട് ഇയാൾ പോയി. എന്നിട്ട് സ്റ്റേഷനിലെത്തി വിജയവാഡ സ്റ്റേഷനിലെത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു ഡോക്ടറാന്ന് പറയുന്ന ഒരാള് ഒരു സെക്യൂരിറ്റി ഒക്കെ ഇട്ടുകൊണ്ട് ചുമ്മാ ഉറക്കത്തിൽ നിന്ന് നടന്നു വരുന്ന രീതിക്ക് വന്ന് ഇയാളൊന്ന് നോക്കാം. അന്നേരം നമ്മള് ഏകദേശം ഒരു ഇടപെടൽ ഉണ്ടായില്ല, കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല. ജിബിനെ പോലെയുള്ള മനസാക്ഷിയുള്ള മനുഷ്യർ അവരെ കൊണ്ട് കഴിയുന്ന പോലൊക്കെ നോക്കി, പക്ഷേ അതൊന്നും എഫക്റ്റീവ് ആയില്ല. ഈ പറഞ്ഞ ആള് മരിച്ചു പോയിട്ട് ചികിത്സ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആള് മരിച്ചു പോയിട്ട് ചികിത്സ കൊടുത്തൊന്നും അറിയില്ല. എന്തായാലും അങ്ങേയറ്റത്തെ അനാസ്ഥയുടെ നേർസാക്ഷ്യം വിവരിക്കുകയായിരുന്നു ജിബിൻ. അതുതന്നെയാണ് അവളുടെ യാത്രക്കാരൊക്കെ പറയുന്നത്. കഷ്ടമാണ് എന്നീ കാര്യത്തിൽ പറയാനുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.